അസ്സലാമലൈക്കും. എല്ലാവർക്കും ഇപ്പം നമ്മുടെ നോമ്പ് 4 വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും നോയമ്പ് ഒക്കെ നല്ലപോലെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അള്ളാഹു എല്ലാ നന്മകളും നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അമ്മ എന്നോട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഫ്രൂട്ട്സ് മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് മേടിക്കാൻ ഫ്രൂട്ട്സ് കടയിൽ വന്നതാണ്. അപ്പോൾ എന്തൊക്കെ ഫ്രൂട്ട്സ് മേടിക്കണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നേരം ഞാൻ നോക്കിയത്. അപ്പോൾ ഇപ്രാവശ്യം ഈ നോമ്പിന് ഇപ്പോൾ ഇതൊരു പൈനാപ്പിൾ വാങ്ങിച്ചത്. പൈനാപ്പിൾ വാങ്ങിക്കണം. പൈനാപ്പിൾ മൊത്തം പച്ചയാണ് ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെ വാങ്ങിക്കുമെന്നൊക്കെ ഞാൻ ആശങ്കയിലിരിക്കട്ടെ. ഏകദേശം ശകലം പഴുത്ത പൈനാപ്പിൾ ഒരെണ്ണം മേടിച്ച് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. കാരണം പൈനാപ്പിൾ ഒത്തിരി പഴുത്ത മേടിച്ചാലും കുത്തി വെച്ച് പഴുപ്പിക്കുന്ന പൈനാപ്പിളൊക്കെ ആയിരിക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മതി, പിന്നെ വീട്ടിൽ കൊണ്ട് തണുക്കുമല്ല പഴുക്കുമല്ലോ, അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കട്ടോ. നല്ല ഓറഞ്ചായിരുന്നു കേട്ടോ. ഓറഞ്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫ്രൂട്ട്സൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഞാൻ വന്നപ്പോൾ നല്ലൊരു തണുപ്പ് മട്ടാണെങ്കിൽ പിന്നെ ഭയങ്കര വെയിലായി കേട്ടോ. വെയിലായിട്ട് ഞാൻ നോക്കുന്നുണ്ട് വെയിൽ ഇങ്ങനെ കൂടി വരുന്നുണ്ടോ എങ്ങനെയാണെന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഫ്രൂട്ട്സൊക്കെ എടുത്ത് അവരെ ഫ്രൂട്ട്സ് തൂക്കിയെടുക്കുന്ന സമയം ഞാൻ പുറത്തുനിന്ന് കുറച്ച് ഫ്രൂട്ട്സ് കൂടെ ഇങ്ങനെ നോക്കും കേട്ടോ. ആപ്പിൾ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ആപ്പിൾ നോക്കി നോക്കുന്ന സമയത്ത് അതിന് ചിലവാകത്തില്ല. പിന്നെ ഇവിടെ നിന്നൊക്കെ കിട്ടിയാൽ ഓരോ ആപ്പിൾ വെച്ചൊക്കെ എടുത്ത് മൊത്തം ദിവസത്തേക്കും ചിലപ്പോൾ ആപ്പിൾ കാണും. അങ്ങനത്തെ അവസ്ഥ. ആപ്പിളിന് ഭയങ്കര വിലയൊക്കെയാണ്, പക്ഷേ വീട്ടിൽ മേടിച്ചൊന്നും ആർക്കും വിലയില്ല. കടയിൽ നിന്ന് മേടിക്കുക ഭയങ്കര വിലയാണ്. പക്ഷേ ഓറഞ്ചൊക്കെ പെട്ടെന്ന് ചിലവാകും കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ ആപ്പിൾ ഒത്തിരി കഴിക്കുന്ന മക്കളോ? ആപ്പിൾ ഇവിടെ അങ്ങനെ അധികം ആർക്കും വേണം. വാട്ടർമെലൺ ആണെങ്കിലും കഴിക്കും. വാട്ടർ കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. ആപ്പിൾ വാട്ടർ കണ്ടൻറ്റ് കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ സാധനമൊക്കെ മേടിച്ച് വണ്ടി വെച്ച് വെയിലൊന്നുകൂടെ നോക്കിക്കണ്ടു. എന്നിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ വന്നിട്ട് പാല് മേടിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. പാല് മേടിക്കാൻ വേണ്ടി പൈസയൊക്കെ എടുത്ത് പാല് മേടിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു ഹൈപ്പർ മാർക്കറ്റ് കേട്ടോ. ഇവിടെ എല്ലാ സാധനവും കിട്ടും. 18 കോന്നിലും കിട്ടാത്തത്ര സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. എൻ്റെ ശങ്കുറിൻ്റെ ഫേവറേറ്റ് ഷോപ്പ്. എവിടെ പോയിട്ട് വന്നാലും ശങ്കുറിന് ഇവിടെ വന്ന സാധനങ്ങൾ വാങ്ങിക്കണം. എന്നാൽ ശങ്കുറിനൊരു ഫിനിഷ് വർക്ക് പൂർത്തിയാവത്തുള്ളൂ. നോയമ്പ് തുറക്കുമ്പോൾ കുടിക്കാനൊരു ജ്യൂസും വാങ്ങിച്ചു, പിന്നെ പാലൊക്കെ വാങ്ങിച്ചു, പിന്നെ പൈസ കൊടുക്കാണ്ട് അകത്തോട്ട് കയറിപ്പോയാൽ കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് വണ്ടി വെച്ച് ഞാൻ വീട്ടിൽ എത്തി കേട്ടോ. വീട്ടിൽ എത്തിയിട്ട് കുറച്ച് നേരം കിടന്ന് റെസ്റ്റ് എടുത്ത് മക്കൾ വരാറായപ്പം നോമ്പ് തുറക്കാൻ വേണ്ടി സ്നാക്സ് എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വന്നത്. നമുക്ക് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാം. വെറും ഏത്തയ്ക്കാപ്പല്ല, കോയിൻ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാം. അപ്പോൾ കോയിൻ ഏത്തയ്ക്കാപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മൊത്തം അതിൻ്റെ തില്ല കേട്ടോ. കാരണം ഞാൻ ബനാന കട്ട് ചെയ്യുന്നൊക്കെ എടുത്തു. അമ്മ അവന് ബാറ്ററൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് അമ്മ പറഞ്ഞു നീ കട്ട് ചെയ്യും, ഞാൻ ബാറ്റർ ഉണ്ടാക്കാം. കാരണം ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നത്. കോയിൻ പോലെ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്യുന്നുണ്ടേ. ഞാൻ ആദ്യം കട്ട് ചെയ്ത് കുറച്ച് കട്ടി കുറഞ്ഞ പീസുകളായിപ്പോയി. അപ്പോൾ ഇതൊക്കെ ഞാൻ സാധാരണ ബാറ്റർ ആകുമ്പോൾ ശകലം വെള്ളം കൂടി വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കുമ്പോൾ ഒഴുകി പോകത്തില്ല. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ബാറ്റർ ഉണ്ടായിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ സത്തും ചങ്കുറും വന്ന് ബാഗ് കൂടി എന്താ അമ്മൂട്ടി എന്താ ഉണ്ടാക്കുന്നത് നോക്കിയാൽ കറങ്ങി നിൽക്കുക. സത്ത് ബാഗ് കൂടി വെച്ചിട്ട് ചങ്കുറ് ബാഗ് കൂടി വെച്ചിട്ടില്ല. നമ്മുടെ ഇച്ചു നിൽപ്പുണ്ട്. ഇച്ചു ആണെങ്കിൽ അണ്ണീനൊക്കെ കളിക്കാൻ സ്കൂൾ ബസ് വന്നപ്പോഴത്തേക്ക് ഓടി വന്നേ കേട്ടോ. ഇച്ചുവിന് നമ്മൾ ഗ്രേപ്സ് കൊടുക്കാം. ഇച്ചുവിന് വേണ്ടാന്ന് പറഞ്ഞു. നല്ല നമ്മുടെ ഗ്രേപ്സില്ലേ, നിങ്ങളുടെ ഗ്രേപ്സില്ലേ, നല്ല ഗ്രേപ്സ് ആയിരുന്നു. അതും ഫ്രൂട്ട്സൊക്കെ ഇവിടെ നിന്ന് മേടിച്ചാൽ നല്ലതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ഫ്രൂട്ട്സ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവനെ ഞാൻ കട മാറ്റി മേടിച്ച കേട്ടോ. അത് കുമ്പഴന്നായിരുന്നു, ഇത് പത്തനംതിട്ട. അത് കുമ്പഴന്നായിരുന്നു, ഇത് കോന്നിന്നായിരുന്നു. അപ്പോൾ ജിച്ചുവിന് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ചങ്കുറിന് സത്തിനോട് ചങ്കുറ് പിന്നെയും അമ്മൂട്ടി എന്താ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്, ഏത്തക്കാപ്പാണെങ്കിൽ ഇങ്ങനെ നല്ലോ കട്ട് ചെയ്യേണ്ടത്, മറ്റേ നെയ്യിൽ റോസ്റ്റ് ചെയ്യുന്നതല്ലേ എന്നൊക്കെ ഒരു വിശേഷങ്ങൾ ചോദിച്ച് പിന്നെ നിൽപ്പോട്ട് പിന്നെ അമ്മൂട്ടി 2 ഗ്രേപ്സിൻ്റെ വായി ഇട്ടത്. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് കൈ ഇടാൻ ഒന്നിനും തൊടിക്കത്തില്ല. അടുക്കള ഇപ്പോൾ കേട്ടത് പോലും ഇല്ല. അപ്പോൾ ഇവരിപ്പോൾ ഈ നോയമ്പാവേണ്ടി സമയം സ്നാക്സ് ഉണ്ടാകുന്ന ഈ അവസരം കിട്ടിയ സമയത്ത് ഇങ്ങനെ ഇത് ചെയ്യും. അപ്പോൾ ഇച്ചും ചങ്കുറിനോട് എന്തൊക്കെയോ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ ചങ്കുറിന് വീണ്ടും ഞാൻ 2 ഗ്രേപ്സൊക്കെ എടുത്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു പോയി ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി വാ, സ്നാക്സ് തരാം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്താ ചങ്കുറും സത്തും ഇച്ചും കൂടെ പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് കളിച്ചൊക്കെ അവിടെ നിൽക്കുക. അപ്പോൾ ഇച്ചു പറയുന്നുണ്ട് അണ്ണി ബാ കളിക്കാൻ ഇച്ചു വിളിക്കുന്നത്. അപ്പോൾ ചങ്കുറു ലഞ്ച് ബാഗ് പോലും താത്ത് വെക്കാമെന്ന് കറങ്ങി നിന്ന് കേട്ടോ. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി ലഞ്ച് ബാഗൊക്കെ മാറ്റി വെച്ചിട്ട് സ്നാക്സൊക്കെ തരാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. പിന്നെ വീണ്ടും വരും അമ്മൂട്ടി അതായോ എന്ന് വെച്ചിങ്ങനെ 100 തവണ വരും കേട്ടോ. അല്ലെങ്കിൽ അവൻ്റെ കൂടെ തന്നെ ഞാൻ ഇരിക്കണം. പിന്നെ ഞാനിവിടെ ഇല്ലെങ്കിൽ ഒരു അമ്മ പറഞ്ഞാൽ കറക്റ്റായിട്ട് ഡ്രസ്സൊന്നും ഊരി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരിക്കും കേട്ടോ. കൂടെ ഞാനൊരു 10 പ്രാവശ്യം പറയണം. നിങ്ങളെക്കാട്ടി മക്കളിങ്ങനെയാണോ? നമ്മുടെ മക്കളെല്ലാം അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മുടെ അമ്മമാരുടെ ഇങ്ങനെ പറഞ്ഞ് എന്നാലും അത് ചെയ്തത്. അത് ആ ഒരു പ്രായമാണല്ലോ അല്ലേ. അങ്ങനെ ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് വെച്ച ശേഷം നമ്മുടെ ചായയ്ക്ക് വേണ്ടിയുള്ള വെള്ളം വെച്ചു ഗ്യാസിൽ കേട്ടോ. ചായയല്ല ബ്രൂ കോഫി വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള വെള്ളം വെച്ചപ്പോൾ ഈ ചൂടുകൊണ്ട് മുഖമല്ല ഒരുമാതിരി ആയപ്പോൾ ഞാൻ മുഖമൊക്കെ തുടച്ചാട്ടോ. തുടച്ചിട്ട് അങ്ങനെ എന്താ കാണുന്നതെന്നൊക്കെ വിചാരിച്ച് നമ്മുടെ സ്റ്റാൻഡൊക്കെ അനുസരിച്ച് എന്നെ കുറച്ച് നോക്കാമെന്ന് വെച്ച് നോക്കിയതാട്ടോ. ഞാൻ ബ്രൂ കോഫി ഉണ്ടാക്കുമ്പോൾ മിക്കപ്പോഴും ഇങ്ങനെ കേട്ടോ. ബ്രൂ കോഫിയുടെ നമ്മൾ ബ്രൂ പൊടിയാണെങ്കിൽ നമ്മൾ കപ്പിലിട്ട് ചൂട് പാൽ ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ഇവിടെ അമ്മയ്ക്ക് ചായ വേണ്ടാത്തതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടപ്പോൾ മാത്രം മധുരം ഇടാതെ എടുക്കേണ്ടപ്പോൾ നമ്മൾ അങ്ങനെ 2ആയിട്ട് മധുരം ഇടും. അല്ലെങ്കിൽ ആദ്യം തന്നെ പാലിൽ മധുരം. ഇപ്പോൾ മക്കൾക്ക് മാത്രം മതിയല്ലോ, മക്കൾക്ക് മധുരം വേണമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മധുരം ആഡ് ചെയ്യും, ഷുഗർ ആഡ് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ പൊടിയിട്ട് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ അമ്മായിക്കൂടെ വേണ്ടപ്പോൾ ഷുഗർ ആദ്യം ആഡ് ചെയ്തില്ല, പാൽ മാത്രം ബോയിലിട്ട് ഇങ്ങനെ മിക്സ് ചെയ്താൽ എനിക്ക് ഒന്നുകൂടെ സൗകര്യം കേട്ടോ. അല്ലെങ്കിൽ ഈ പൊടി അങ്ങോട്ട് ഇടുമ്പോൾ എനിക്ക് അത്ര പെർഫെക്റ്റായിട്ട് തോന്നത്തില്ല. എനിക്കിങ്ങനെ ഇടുമ്പോൾ വേറൊരു ടേസ്റ്റായിട്ട് തോന്നും കണ്ടോ.
ഇങ്ങനെ ബോയിൽ ചെയ്ത പാൽ ഇങ്ങനെ കപ്പിൻ്റെ അകത്തോട്ട് ഇങ്ങനെ എടുത്തൊഴിക്കും, കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റി ഇങ്ങനെ ആക്കിയിട്ട് കറക്റ്റായിട്ട് എടുക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് നല്ല അടിപൊളി ബ്രൂ കോഫി കിട്ടും. വേണേൽ കുറച്ച് പൗഡർ നമുക്ക് കോഫി പൗഡർ മണ്ടയ്ക്ക് വേണേൽ സ്പ്രെഡ് ചെയ്തിടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചങ്ക്രൂ സത്തൊക്കെ ഡ്രസ്സ് മാറി വന്നിട്ടുണ്ട്. നമുക്ക് റെഡിയായി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചങ്ക്രൂവും സത്യം ഞാൻ കുറച്ച് ഗ്രേപ്സ് കഴിക്കാൻ കൊടുത്തു. അപ്പോൾ ഗ്രേപ്സ് കഴിച്ചുകൊണ്ടിട്ടാണ് ഇടയ്ക്കിടെ ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞത്. ഇത് റെഡിയായിട്ട് അപ്പോൾ അമ്മ ബാറ്റർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാറ്റർ ആക്കിയിട്ട് അമ്മ ഉണ്ടാക്കുന്ന എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെയും കുറച്ച് കാര്യങ്ങൾ തിരക്കായി, മക്കളുടെ സ്കൂളിൽ നിന്ന് സമയമാണല്ലോ. അപ്പോൾ സ്കൂളിൽ നിന്ന് ബുക്കും പുസ്തകവും മേലിലെടുത്ത് വെക്കാൻ പറഞ്ഞു. നമ്മുടെ ചങ്ക്രു ഗ്രേപ്സിൻ്റെ ബൗൾ അവിടെ കൊണ്ടുവച്ചേക്കുന്നുണ്ട്. ചങ്ക്രു ഗ്രേപ്സ് തിന്നുകൊണ്ട് ഇച്ചിനൂടെ കളിക്കും. ഇച്ചുവിന് ദോശയും ചായയും അപ്പവും ആലുക്കറിയും ഒക്കെ ഉണ്ടാക്കാൻ തവിയും ഒക്കെ ചങ്ക്രു എടുത്ത് തവി ഈ സ്പൂൺ എന്നൊക്കെ പറഞ്ഞു എല്ലാം മേടിച്ച് ഇച്ചിരി ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ വെച്ചു മമ്മി ഞാൻ ചിരിച്ചോട് വന്ന് അവനൊന്ന് കാണിക്കട്ടെ. അവനൊക്കെ രസം ഇങ്ങനെ വീഡിയോ എടുത്ത് കാണുമ്പോൾ. അപ്പോൾ ഇവനെ ഫുഡ് കഴിപ്പിക്കാനൊക്കെ ചില സമയങ്ങളിൽ ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവനെ കൂടെ കാണുമ്പോൾ എനിക്ക് ഒന്നുകൂടെ സന്തോഷമാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തുമ്പോൾ ചങ്ക്രുവിനെ അവൻ ലഞ്ച് ബാഗ് വർക്ക് ഇച്ചുവിനെ കളിക്കാൻ കിട്ടിയതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് സാധാരണ ചെയ്യുന്ന കാര്യങ്ങളും ചങ്ക്രു ചെയ്തു. ചങ്ക്രു ഉടനെ ഗ്രേപ്പ് ഫൈഡ് ഇവിടെ വന്നിട്ട് ഇച്ചുവിനൂടെ കളിക്കോട്ടെ. ലഞ്ച് ബാഗ് ഒന്ന് പറക്കി വെച്ചു. ഞാൻ ചങ്ക്രുവിനോട് ലഞ്ച് ബാഗ് ഒക്കെ പറക്കി വയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് അവർക്ക് 3 പേർക്ക് ഞാൻ കോഫി എടുത്തു വെച്ചു. ഈ ബ്ലൂ കപ്പ് ഇച്ചുവിൻ്റെ കോഫി കേട്ടോ. ഇച്ചുവിൻ്റെ കപ്പാണ് ഇവിടെ, ഇച്ചുവിൻ്റെ കോഫി പിടിക്കുന്ന കപ്പായത്. അപ്പോൾ ചങ്ക്രുവിനോട് ഞാൻ ടൈ അടിക്കാൻ പറ്റും വെക്കുന്നത് കൊണ്ട് വെക്കാം. അപ്പോൾ ചങ്ക്രു കൊണ്ടുവയ്ക്കാം, ബായും കൊണ്ടുവയ്ക്കാം. അപ്പോൾ ചങ്ക്രു ഹായ് കാണിപ്പോൾ ഇച്ചു ഹായ് പറയും. നമ്മൾ സത്ത അവിടെ കിടന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത്. എന്നിട്ട് സത്തിന് അത് കഴിഞ്ഞ് ചോറ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സത്തിന് ചോറ് കൊടുത്തു. സത്ത് ചോറ് കഴിക്കട്ടോ. കോഫി തണുത്തില്ല, കോഫി പിന്നെ കുടിക്കാതെ ചോറ് കഴിക്കുക. ചങ്ക്രുവിന് കളിയുടെ ലഹരിയിലാണ് ചോറും വേണ്ട ഒന്നും വേണ്ട. ചങ്ക്രുവിനെ ഇങ്ങനെ നടന്നാൽ മതി. ആഹാരം കഴിക്കണം അധികവും താല്പര്യം അവനിക്കില്ല. ഇപ്പോൾ ഗ്രേപ്സ് മതി അമ്മൂട്ടി, സത്ത ചോറിനോട്ടെ, എനിക്ക് ചോറ് വേണ്ട എന്നൊക്കെ ചങ്ക്രു പറയും. അപ്പോൾ ചങ്ക്രുവിനും ഇച്ചും കൂടെ നമ്മുടെ തുമ്പിയുടെ ടോയ്സ് ഒക്കെ എടുത്ത് വെച്ചാൽ കളിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇരയ്ക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടി എണ്ണയൊക്കെ ഒഴിച്ച് ഇതിൻ്റെ അത് വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ തിളയ്ക്കാൻ വെച്ചു. അപ്പോൾ അതൊക്കെ അമ്മയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ പോയി കറങ്ങിയിട്ട് വരുമ്പോൾ കാണുന്ന ക്ലിപ്സോട് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ട് നമ്മൾ എന്നെ ചൂടാവുന്നുണ്ട്. അപ്പോൾ ചങ്ക്രുവും ചൂട് എന്തൊക്കെയോ കളിക്കുക, കരാട്ടെ എന്തൊക്കെയോ കളിക്കും. അപ്പോൾ ചങ്ക്രു ഇങ്ങനെ കളിക്കുന്നത് നിങ്ങളെ കാണിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇവിടുന്ന് 2-3 പപ്പായ എടുത്ത് വെച്ചു. നമ്മുടെ വീട്ടിലെ പപ്പായ തന്നെ അതിൻ്റെ അടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നല്ലപോലെ പഴുത്തിട്ട് കട്ട് ചെയ്യാൻ വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ കേട്ടോ. ആദ്യം നമ്മൾ കാണിച്ചത് ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസത്തെ വിശേഷങ്ങൾ കേട്ടോ. അന്ന് നമ്മൾ ഏത്തക്കപ്പം ഉണ്ടാക്കി. ഈ ദിവസം നമ്മൾ മുളക് ബജി ഉണ്ടാക്കിയിട്ടുണ്ട്. മുളക് ബജിയും മുട്ട ബജിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വൈകിട്ട് അമ്മ കപ്പ കുഴച്ച് വയ്ക്കാമെന്ന് വെച്ചാൽ അതിനുവേണ്ടി കപ്പ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് വയ്ക്കാൻ വേണ്ടി. വീണ്ടും നമ്മൾ അടുത്ത ബാറ്റർ കാണിക്കുന്നു, മുളക് ബജിയുടെ മുട്ട ബജിയുടെ ഒക്കെ ബാറ്റർ. പിന്നെ ഇടയത്താഴത്തിന് വേണ്ടി പയർ അരിയാൻ പയറും കഴുകി പച്ചമുളകൊക്കെ അമ്മ വെച്ചിട്ടുണ്ട്. വീണ്ടും അതുപോലെ ഞാൻ നമ്മുടെ ബ്രൂ കോഫി ഇടാൻ വേണ്ടിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് അവർക്ക് സ്നാക്സിന് അന്ന് ഇച്ചുള്ളപ്പോൾ ഒരു കുർക്കുറ മേടിച്ചായിരുന്നു. അപ്പോൾ ഈ കുർക്കുറ വേണോ, ആ കുർക്കുറ ഇച്ചും മേടിച്ച കുർക്കുറ എൻ്റെ അമ്മക്കൂട്ടിനൊക്കെ ചോദിച്ചാൽ ആ കുർക്കുറ വേണം. അപ്പോൾ 2 പേർ കുർക്കുറ കൊടുക്കാൻ എടുത്ത് വെച്ചു. വീണ്ടും നമ്മൾ കോഫിയൊക്കെ വെച്ച് എടുക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചേക്കുണ്ടോ. നമ്മുടെ പാല് തിളച്ച് വരും. ചിലപ്പോൾ അത്യാവശ്യ സമയത്ത് ഇൻഡക്ഷൻ കുക്കർ പ്രസ് ആകുമ്പോൾ പെട്ടെന്ന് ഓഫ് ആകത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പാല് തിളച്ച് പോകും. അപ്പോൾ ഞാൻ ഇൻഡക്ഷൻ കുക്കർ ഓഫ് ആക്കാതെ തന്നെ ഇങ്ങനെ പാത്രം പൊക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നുകൂടെ തിളപ്പിക്കും പാല് കേട്ടോ. അല്ലെങ്കിൽ അത് കറക്റ്റ് സമയത്ത് ഓഫ് ആകത്തില്ല. ആ ചൂട് നിൽക്കുന്നുണ്ട്. വീണ്ടും ഈ പാത്രം ബോയിൽ മേപ്പോട്ട്. പിന്നെ മക്കൾക്ക് വന്ന് കുളിക്കാൻ വേണ്ടി ഞാൻ ചൂടുവെള്ളമൊക്കെ വെച്ചേക്കോട്ടെ. ചില ദിവസങ്ങളിൽ പച്ചവെള്ളത്തിൽ കുളിപ്പിക്കും, ചില ദിവസം ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കും. അപ്പോൾ അവർ കുറുക്കുട്ടയൊക്കെ കഴിച്ച് കോഫിയെ കുറിച്ച് എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്നിട്ട് ഞാനും സത്തും ഞങ്ങൾക്ക് പോകേണ്ട ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ പോയിട്ട് വന്ന ശേഷം സത്തിന് കഴിക്കാൻ മുളക് ബജിയൊക്കെ എടുത്ത് കൊടുക്കും കേട്ടോ. സത്തിന് മുളക് ബജി മാത്രം മതി എന്ന് പറഞ്ഞു. പിന്നെ ഒരു മുട്ട ബജി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഒരു മുട്ട ബജി ഞാൻ കഴിച്ചു. പിന്നെ നമ്മുടെ ചങ്ക്രു സത്തും കൂടെ ഒന്നിനോടൊക്കെ സംസാരിച്ചു. ആ സമയത്ത് കപ്പ കുഴച്ച് വെച്ചുകൊണ്ട് അപ്പോൾ ചങ്ക്രുവിന് കപ്പ കുഴച്ച് വെച്ച് കൊടുത്തപ്പോൾ ചങ്ക്രു പറഞ്ഞു എനിക്കിത് വേണ്ട അമ്മൂട്ടി, ഇതിനെനിക്ക് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല അമ്മൂട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ശരി എങ്കിൽ ആ ചോറ് എടുത്തിട്ട് നമ്മൾ ഉപ്പുമാങ്ങായും ബീട്രൂട്ട് തോരനും പിന്നെ വേറെന്തോ കറി ഉണ്ടായിട്ട് അപ്പോൾ അതെല്ലാം കൂടി ചങ്ക്രുവിന് ചോറ് വാരി കൊടുക്കണമെങ്കിൽ കപ്പ വേണമെങ്കിൽ ചോറുണ്ടോ തന്നെ കൊടുക്കണം. അപ്പോൾ സത്തിനോട് ഞാൻ ചോറുണ്ണാൻ പറഞ്ഞപ്പോൾ സത്തു ഇതിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ 2 ദിവസത്തെ വിശേഷങ്ങൾ കേട്ടോ.